യൂറോപ്പുകാർ അതങ്ങോട്ട് മറപ്പിക്കാം. എന്നിട്ട് ഭരണാധികാരി എന്ന് പറയുമ്പോഴത്തിന് പുതിയ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് കയറ്റുകയാണ് ആര്? നെപ്പോളിയനെ. നെപ്പോളിയനെ എങ്ങനെ മാതൃകായോഗ്യനായ ഭരണാധികാരി ആക്കും? എന്തുകൊണ്ട് സ്വന്തം നാട്ടുകാർ വരെ മരണത്തിന്റെ 6 വർഷം മുമ്പ് ഇയാളെ നാടുകടത്തിയിരുന്നു? ചിന്തിക്കണം. യൂറോപ്പുകാരുടെ കാര്യങ്ങളെ മൂടിവെക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. നെപ്പോളിയന്റെ ഒരു മരണമൊക്കെ കിട്ടണമെങ്കിൽ എത്ര അധ്വാനിക്കണം എന്നറിയോ? അതൊക്കെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. സെന്റ് ഹെലാന ദ്വീപിൽ കള്ള് കുടിച്ച് വിഷാദ രോഗിയായി ഭ്രാന്ത് പിടിച്ച് ചത്തുപോവുകയാ. 6 കൊല്ലം ഭ്രാന്തായിരുന്നു നെപ്പോളിയന്. 6ാമത്തെ കൊല്ലം മരിച്ചു. മുഴു ഭ്രാന്തനും കുടിയനുമായിരുന്നു. ചിന്തിക്കണം. ഫിലിപ്പീൻസ് അടക്കി ഭരിച്ച 20ാം നൂറ്റാണ്ടിന്റെ അത്ഭുതത്തിന്റെ ഒരു ചക്രവർത്തിയായിരുന്നു ഫെർഡിനൻഡ് മാർക്കോസ്. ചിന്തിക്കണം, എങ്ങനെ മാർക്കോസ് മരിച്ചത്? വളരെ ചിന്തിക്കണം. ഫെർഡിനൻഡ് മാർക്കോസ് 1965 മുതൽ 1985 വരെയുള്ള 20 കൊല്ലം ഫിലിപ്പീൻസ് ഭരിച്ച ഭരണാധികാരിയായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ. അതിനേക്കാൾ വലിയ രസം, ഈ അഴിമതി നടത്തിയിട്ട് ഇയാൾ ഉണ്ടാക്കിയ പണം മുഴുവനും ബാങ്കിലിട്ടത് അമേരിക്കയിലാണ്. അതിനുള്ള സഹായം ചെയ്തൊക്കെ അമേരിക്ക. ചിന്തിക്കണം, വളരെ ചിന്തിക്കേണ്ട പാടാണ്. ഇയാൾ ചെയ്തുണ്ടാക്കിയ അഴിമതിയുടെ ലാഭങ്ങൾ മുഴുവനും അവസാനം സ്വന്തം ഭാര്യ ഫെർഡിനൻഡ് മാർക്കോസിന്റെ ഭാര്യയാണ്. അക്കാലത്തെ ഏറ്റവും വലിയ സുന്ദരിയായിരുന്നു, ഫിലിപ്പീൻസിലെ സുന്ദരിയായിരുന്നു ഇമെൽഡ മാർക്കോസ്. ഈ അടുത്ത് മരിച്ചു. വലിയ രസമുണ്ട്. 20 കൊല്ലം ഒരു നാട് ഭരിച്ച ഭരണാധികാരിയെ നാട്ടുകാർ പിടികൂടാനൊരുങ്ങി. അവസാനം അമേരിക്കയിലേക്ക് ലക്ഷ്യപ്പെടുത്തി. അമേരിക്ക തൽക്കാലം അമേരിക്കാരെ ഹവായ് ദ്വീപിലേക്ക് രക്ഷപ്പെടുത്തി. ഹവായ് ദ്വീപിലെ ഹോണോലുലുവിൽ വെച്ചാ മരിച്ചിട്ടുള്ളത് ഫെർഡിനൻഡ് മാർക്കോസ്. നിങ്ങൾ ചിന്തിക്കണം, ഈ സൗകര്യം മുഴുവനും അമേരിക്ക ചെയ്തു കൊടുത്തു. ഇയാളുണ്ടാക്കിയ കോടിക്കണക്കായ ഡോളറുകൾ മുഴുവനും സ്വരൂപം മുഴുവനും അമേരിക്കയിലാണ്. ഫിലിപ്പീൻസുകാർ അന്നും ദരിദ്ര രാഷ്ട്രമാണ്, ഇന്നും ദരിദ്ര രാഷ്ട്ര. ചിന്തിക്കണം, കിട്ടിയത് മുഴുവനും അയാൾ അമേരിക്കയിലേക്ക് കടത്തുകയും അവസാനം എന്തുണ്ടായി? 989 ഹൊണോലുലുവിൽ വെച്ച് ഫെർഡിനൻഡ് മാർക്കോസ് മരിച്ചു. അപ്പോൾ ഭർത്താവിന്റെ അന്ത്യാഭിലാഷം ഇമെൽഡ മാർക്കോസ് മനിലയാണ് ഫിലിപ്പീൻസിന്റെ തലസ്ഥാനം, അഭ്യർത്ഥിച്ചു. ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ട് ഫിലിപ്പീൻസിൽ മറവ് ചെയ്യണം. അവസാനത്തെ അന്ത്യാഭിലാഷാണ്. സമ്മതിച്ചില്ല. സ്വന്തം നാട്ടുകാരെ അവന്റെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് ഈ നാട്ടിൽ മറവ് ചെയ്യാൻ സമ്മതിച്ചില്ല. അവസാനം 1989 മുതൽ 1993 വരെ ഹവായ് ദ്വീപിൽ ഹോണോലുലുവിൽ ഐസിലിട്ട് വെച്ചു. 4 കൊല്ലം. അവസാനം ഒരു മാനുഷിക ധർമ്മം എന്ന നിലയിൽ ഫിലിപ്പീൻസുകാർ സമ്മതിച്ചിട്ട് എടുത്തു കൊണ്ടുവന്ന 1993 മനിലയിൽ ശവസംസ്കാരം നടത്തി. 4 കൊല്ലം 20 കൊല്ലം ഭരിച്ച ഭരണാധികാരിയുടെ മയ്യത്ത് വരെ കൊണ്ടുവന്ന് മറവ് ചെയ്യാൻ നാട്ടുകാർ സമ്മതിച്ചില്ല. നിങ്ങൾ ചിന്തിക്കുക, ഇനി ഈ വ്യത്യാസം നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ്ന സിദ്ദീഖിന്റെയും മഹാനായ സയ്യിദ്ന ഉമറിന്റെയും മഹാനായ ഖലീഫ ഉസ്മാൻ അലിയുടെയും മഹാനായ സലാഹുദ്ദീൻ അയ്യൂബിയുടെയും ലക്ഷക്കണക്കായ മനുഷ്യർ പൊട്ടിക്കരഞ്ഞുവെന്ന സലാഹുദ്ദീൻ അയ്യൂബി മരിച്ചപ്പോൾ അങ്ങനെയാ ചരിത്രം. നിങ്ങൾ ചിന്തിക്കണം. ഹവായ് ദ്വീപിൽ 989 മുതൽ 993 വരെ എന്ന് അവസാനം കൊണ്ടുവന്നു. നിങ്ങൾ ചിന്തിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരൊക്കെ ഈ രാജ്യത്തുള്ളവർ മുഴുവനും മറ്റൊരു നാട്ടിൽ പോയി കിടത്തിയിട്ട് അവിടെ സുഖിക്കാൻ വേണ്ടി പോയി അവിടെ വെച്ച് മരിച്ചു. ഇനി ഒരു കാര്യം ഞാൻ പറയും. ഇസ്ലാമിന്റെ ഭരണാധികാരത്തിന്റെ പ്രതീകമാണ് സയ്യിദ്ന ഉമർ.
റളിയല്ലാഹു അൻഹു ഇന്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ കിസ്റയുടെ കൊട്ടാരം പിടിച്ചടക്കി. മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ കിസ്റയുടെ കൊട്ടാരം പിടിച്ചടക്കി. കിസ്റയുടെ കൊട്ടാരം പിടിച്ചടക്കിയിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഉടനെ ആ നാട്ടിലേക്ക് മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു കത്തയച്ചു. തസദ്ദഖൂ ബിഹാ തസദ്ദഖൂ ബിഹാ. അതിലവർ പൈസ വരെ എങ്ങോട്ട് കൊണ്ടരുത്, അത് മുഴുവനും ആ നാട്ടിൽ തന്നെ സദഖ കൊടുക്കണം എന്ന് പറഞ്ഞു സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. മനസ്സിലായില്ല. ആ ഒരൊറ്റ ഖജനാവിന്റെ പണം മതിയായിരുന്നു അവസാന കാലം വരെ മുസ്ലിം ഭരണാധികാരികൾക്ക്. അതിന് മാത്രം പണം ഉണ്ടായിരുന്നു. ആരുടെ കയ്യിൽ? കിസ്റയുടെ കയ്യിൽ. 10,000-കണക്കിന് സ്വർണത്തിന്റെ താലങ്ങൾ ഉണ്ടായിരുന്നു, 10,000-കണക്കിന് ചംച്ചകൾ ഉണ്ടായിരുന്നു, സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, 1000-കണക്കായ കിരീടങ്ങൾ ഉണ്ടായിരുന്നു, രത്നങ്ങൾ പതിച്ച 1000-കണക്കായ കിരീടങ്ങൾ കിസ്റക്ക്. അത് മുഴുവനും കിട്ടിയപ്പോൾ അത് വിറ്റിട്ട് ദാനം ചെയ്യാൻ, ആ നാട്ടിൽ ദാനം ചെയ്യാൻ കൽപ്പിച്ചു സയ്യിദുനാ ഉമർ. വർക്കബറ സയ്യിദുനാ ഉമർ. അത് ജനങ്ങളെ ചൂഷണം ചെയ്തിട്ടുണ്ടാക്കിയ പൈസയാണ്, അതിൽ ഒരു പിൽസ് പോലും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു സയ്യിദുനാ ഉമർ. 1967 മുതൽ 1989 വരെ 23 കൊല്ലക്കാലം റുമേനിയ ഭരിച്ച ഭരണാധികാരിയാണ് റുമേനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചെഷസ്ക്യൂ. എന്താ ചെയ്തത്? സുഖലോലുപ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് രാജ്ഞിക്ക് 3 കൊട്ടാരമായിരുന്നു, ചെഷസ്ക്യൂവിന് 5 കൊട്ടാരമായിരുന്നു. ബ്രിട്ടീഷ് രാജ്ഞിക്ക് ആഡംബര വിമാനം 6 ആയിരുന്നു, ചെഷസ്ക്യൂവിന് ആഡംബര വിമാനം 9 ആയിരുന്നു. ചിന്തിക്കണം. എന്നാലോ റുമാനിയ അന്നും ദരിദ്രരാട്ടം, ഇന്നും ദരിദ്രരാട്ടം. ദരിദ്രന്മാരെ പേരിൽ അധികാരത്തിൽ കയറിയ സർക്കാർ അവിടുത്തെ റുമാനിയൻ ദേശീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ചെഷസ്ക്യൂ. എന്താ ചെയ്തത്? 989 പാർലമെന്റിലേക്ക് നടക്കുന്ന വഴി ജനങ്ങൾ അടിച്ചു വീഴ്ത്തി, അടിച്ചു പിടിച്ചു, ഓടിച്ചിട്ട് അടിച്ച് പിടിച്ചിട്ട് വെടിവെച്ചു കൊന്നു പാർലമെന്റ് മന്ദിരത്തിന്റെ മുന്നിൽ. നോക്കൂ, 15,000 തൊഴിലാളികൾ 3 കൊല്ലം കഠിനാധ്വാനം ചെയ്തിട്ട അയാളുടെ 1 കൊട്ടാരം ഉണ്ടാക്കിയത്. അങ്ങനെ അയാൾക്ക് 5 കൊട്ടാരം ഉണ്ടായിരുന്നത്. 15,000 തൊഴിലാളികൾ ലൈലൻ വനഹാറ, രാവും പകലും പണിയെടുത്തു. നിങ്ങൾ ചിന്തിക്കും. സ്വന്തം കുടുംബസമേതം യാത്ര ചെയ്യാൻ വേണ്ടി 3 തീവണ്ടികൾ ഉണ്ടായിരുന്നു, 9 വിമാനങ്ങൾ ഉണ്ടായിരുന്നു, സർവ സൗകര്യങ്ങളുമുള്ള 9 വിമാനങ്ങൾ. എന്ന് 1989 ഓടിക്കൂടിയ ജനങ്ങൾ ഒരു ക്രിസ്മസ് ഡേക്ക് ഡിസംബർ 25 ഓടിച്ചു കൂടി പിടിച്ചിട്ട് പിന്നെ വെടിവെച്ച് കൊല്ല. ചിന്തിക്കുക, വളരെ ചിന്തിക്കണം. ഒരു നാടിനെ 23 കൊല്ലം ഭരിച്ച ഒരു ഭരണാധികാരിക്കുണ്ടായ വ്യത്യാസം എന്തേ? ഇതിനപ്പുറമുള്ള ഒരു ജീവിതത്തിൽ വിശ്വാസമില്ല. പിന്നെ ഇവിടെ സുഖിക്കണം എന്നല്ലാതെ എന്താണുള്ളത്? ഇതിനപ്പുറം ഒരു ജീവിതത്തിനെ കുറിച്ചൊരു പേടിയില്ല. പിന്നെ ഇവിടെ പരമാവധി സുഖിക്കണം എന്നല്ലാതെ എന്താണുള്ളത്? നിങ്ങൾ ചിന്തിക്കുക, വളരെ ചിന്തിക്കണം. ലോകത്ത് മുഴുവൻ ഒരു കാലഘട്ടത്തിൽ കിരാതമർദ്ദനം അഴിച്ചുവിട്ട അമേരിക്കൻ ഭരണാധികാരിയായിരുന്നു റൊണാൾഡ് റീഗൻ. 2004 മരിക്കുന്നത് അൽസിമേഴ്സ്. നാൻസി റീഗനെ പോലും തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നാണ്. ലിബിയയിൽ, നിക്കരാഗ്വയിൽ, കരീബിയയിൽ, ഗോട്ടിമാലയിൽ, ചിലിയിൽ, ഗ്രാനഡയിൽ, ലോകത്തിന്റെ നാനാഭാഗത്തും ലക്ഷക്കണക്കായ മനുഷ്യരെ കൊലപ്പെടുത്താൻ കാരണക്കാരനായിരുന്നു റൊണാൾഡ് റീഗൻ. റീഗൻ മരിച്ചു. കുറെ റളിയല്ലാഹു അൻഹു എന്ന് പേര് കേട്ടിട്ട് ഇപ്പൊ കുറച്ചേരം മിണ്ടാതിരിക്കുന്നതിൽ വിഷമണ്ട. ആ റളിയല്ലാഹു അൻഹുവിനോട് നീ ഈ റളിയല്ലാഹു അൻഹു കുറെ ലാനത്തുള്ളാഹി അലൈഹി തട്ടിച്ചു നോക്കണം, അല്ലോ മനസ്സിലാക്കണം എന്തായിരുന്നു തമ്മിൽ വ്യത്യാസം. എന്തേ വ്യത്യാസം? യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ. ഉമറിന്റെ മകൻ ഇബ്നു ഉമർ
നിസ്കരിച്ചപ്പോൾ ഈ ആയത്തോതിയപ്പോൾ പൂർത്തിയാക്കാതെ ബോധം കിട്ടും. യൗമ യഖൂമുന്നാസു റബ്ബിൽ ആലമീൻ, അള്ളാന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടി വരുന്ന ദിവസം. അതിന്റെ അർത്ഥം ലോകം അടക്കി ഭരിച്ച ചക്രവർത്തികളിൽ ഒരാളായിരുന്നു സയ്യിദുനാ ഉമർ, അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ. വലിയ ഭരണാധികാരി. അടക്കി ഭരിക്കുക എന്നുള്ളത് അത് കേവലം ഒരു പ്രയോഗമാണെങ്കിലും അക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി. അതായത് ഇങ്ങ് മൊറോക്കോ മുതൽ യൂറോപ്പിന്റെ തലസ്ഥാനം വരെ, റോം വരെ ആ ഭരണം വ്യാപിച്ചിരുന്നു. ആ കാലഘട്ടത്തിലാണ് സയ്യിദുനാ ഉമർ. അതേ കാലത്ത് നിങ്ങൾ എന്തിക്ക് ഒരാൾ ഭരണാധികാരിയായാൽ ആ കുടുംബത്തിനെ മുഴുവനും, കുടുംബത്തെ കൊണ്ട് കുഴങ്ങുന്നവരാ ഇന്നത്തെ സമൂഹം. ഒരാൾ ഭരണാധികാരിയായാൽ അയാളുടെ കുടുംബത്തിനെ കൊണ്ട് നാട്ടുകാർ കുഴങ്ങും. എന്നാൽ സയ്യിദുനാ ഇബ്നു ഉമർ ഇബ്നു ഖത്താബിന്റെ മകൻ ഇമാം എന്നിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഏതായത്തോടി യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ. ഈ ആയത്തോടിയപ്പോഴത്തിന് ബോധം കെട്ട് വീണു സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു. നിങ്ങൾ ചിന്തിക്കില്ലോ, ലോകത്തെ മുഴുവനും അക്രമം അഴിച്ചുവിട്ട ഭരണാധികാരിയായിരുന്നു റൊണാൾഡ് റീഗൻ. ലിബിയയിൽ, നിക്കരാഗ്വയിൽ, കരീബിയയിൽ, ചിലിയിൽ, ഗ്രാനഡയിൽ, ലോകത്ത് മുഴുവൻ എന്തിനധികം സാംബ്രയിലെയും ഷത്തിലയിലെയും ഇസ്രായേലികളെ കൊണ്ട് മുസ്ലിമീങ്ങളെ കൊല്ലിച്ചു റൊണാൾഡ് റീഗൻ. പിൽക്കാലഘട്ടത്തിൽ കുഴി തോണ്ടിയപ്പോൾ 10,000-കണക്കിന് തലയോട്ടികൾ വിവിധങ്ങളായ കുഴികളിൽ നിന്ന് ലഭിച്ചു. മനുഷ്യന്മാരെ അങ്ങനെ തന്നെ മണ്ണിട്ട് മൂടിയിരിക്കാം. ചിന്തിക്കും. അവർക്കുണ്ടായ പതനത്തിന്റെ തോത് മനസ്സിലാക്കണം. 46 മില്യൺ ആളുകളെയാണ് ഹിറ്റ്ലർ മുസോളനിയുമുള്ള കൂട്ടുകെട്ട് കൊന്നത്. 46 മില്യൺ, അതായത് 460 ലക്ഷം ജനങ്ങളെ. 460 ലക്ഷം ജനങ്ങൾ. എന്നിട്ട് ഇവിടെ ചില ആളുകൾ മദീനയിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിരോധത്തിന് വേണ്ടി നടത്തിയ സമരങ്ങളിൽ ആകെ മരിച്ചത് 1000-ഓളം ആളുകൾ. ആകെ ഹിറ്റ്ലർ കൂട്ടുകെട്ട് കൊന്നത് 46 ദശലക്ഷം മില്യൺ, അഥവാ 460 ലക്ഷം ജനങ്ങൾ. റൈഗനെ കൊണ്ട് കുടുങ്ങാത്തൊരു നാടുണ്ടായിരുന്നില്ല എല്ലായിടത്തും. എന്നാൽ പിന്നെ റൈഗൻ രോഗിയായി. റൈഗൻ ഇന്നലെയാ മരിച്ചത്. റൈഗൻ 2004 മരിച്ചത്. ആ മനുഷ്യൻ മരിക്കണിന് മുമ്പ് തന്നെ ലോകത്തെ അയാൾ മരിച്ചുപോയിരുന്നു. സ്വന്തം ഭാര്യ നാൻസി റീഗനെ പോലും മറന്നുപോയിരുന്നു. നാൻസി റീഗനെ പോലും അറിവില്ലായിരുന്നു. നാൻസി റീഗനെ പോലും കണ്ടാൽ അറിയാത്ത രൂപത്തിലേക്ക് അയാൾ സ്വയം ബോധം നഷ്ടപ്പെട്ട് തകർന്നു പോയിരുന്നു. 2004 ജൂൺ 5-നാണ്. ഇതേ രോഗമാണിപ്പോൾ ജോർജ് ഡബ്ല്യു ബുഷിനുള്ളത്. ഇതേ രോഗം അറിയില്ല. അയാളാണ് 991 മധ്യേഷ്യയിലേക്ക് പട നയിച്ചത്. ഇന്നിപ്പോൾ ലോകം ഉണ്ടോന്ന് പോലും അറിയില്ല. അഥവാ ഇന്നത്തെ ബുഷിന്റെ അച്ഛൻ ബുഷിന് മനസ്സിലായില്ല. അൽസിമേഴ്സ് ആണ് അയാൾക്ക്, അറിയില്ല. ഇന്നിപ്പോൾ ദുനിയാവിൽ എന്ത് നടക്കുന്നു എന്ന് അയാൾക്കറിയില്ല. ഇന്നത്തെ ബുഷിന്റെ അച്ഛൻ ബുഷ്, ജോർജ് ഡബ്ല്യു ബുഷ്, ഒന്നും അറിയില്ല. എന്താ ഇപ്പൊ ലോകം ഉണ്ടോ ഒന്നും അറിയില്ല. ആരും അറിയില്ല. നോക്കൂ നിങ്ങൾ. എന്നാൽ ഇവർ പട നയിച്ചത് സദ്ദാം ഹുസൈനായിരുന്നതിനായിരുന്നു. സദ്ദാം ഹുസൈനോ ആദ്യ കാലഘട്ടത്തിൽ സദ്ദാം ഹുസൈൻ വേണ്ടാത്തരൊക്കെ കാണിച്ച ആളാണ്. പക്ഷെ അല്ലാഹു തആല തൗബ കൊടുത്തു. നിങ്ങൾ ചിന്തിക്കണം, ആ മനുഷ്യൻ അല്ലാഹു തൗബ കൊടുക്കുകയും പിന്നീട് അല്ലാഹു തആല സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ഒരു പ്രതീകമായ ആ മനുഷ്യനെ ഉയർത്തുകയും ചെയ്തു. മരണത്തിന്റെ അവസാന സമയത്ത് വരെ താൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ അടുത്ത മനുഷ്യന് കൈമാറുകയാ സദ്ദാം ഹുസൈൻ. ഒന്ന് മുസാഫ് വേറാക്ക് കൊടുക്കുക. ചിന്തിക്കും. എപ്പോഴാ മരിക്കുന്നത് നോക്കൂ നിങ്ങൾ. അന്താരാഷ്ട്ര ബഹുമതി, ഇലാഹിയായ ബഹുമതിയായി അങ്ങോട്ട് കിട്ടി. സത്യത്തിൽ മരിക്കുന്നിടത്ത് കൂടുതൽ ആളൊന്നുമില്ലെങ്കിലും എന്നാൽ ലോകം മുഴുവനും ആ സമയത്തിന്റെ പ്രാധാന്യം ചിന്തിക്കണം. ആ 2006
ഡിസംബർ 30 അന്നത്തെ പ്രഭാതത്തിന്റെ പ്രത്യേകത, അന്ന് പെരുന്നാളായിരുന്നു, ബലി പെരുന്നാൾ. ടൈഗ്രീസ് നദിയുടെ തീരത്ത് അമേരിക്കൻ ക്യാമ്പിലാണ് കൊല ചെയ്യപ്പെട്ടത്. അവിടെ ചാണിന് ചാണിനും മുഴത്തിന് മുഴമായും പള്ളികൾ ഉണ്ടായിരുന്നു. ആയിരക്കണക്കായ കൊല്ലങ്ങളായി നിലനിൽക്കുന്ന പള്ളികൾ ഉണ്ടായിരുന്നു. ആ പള്ളികളിൽ നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് ചെറിയ ചെറിയ കുട്ടികളടക്കം തക്ബീർ മുഴക്കിക്കൊണ്ടിരിക്കുന്ന ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിന്റെ നടുവിലാ അദ്ദേഹം മരിച്ചിട്ടുള്ളത്. സദ്ദാം ഹുസൈൻ അവസാനമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്ക് അൽ വഹദത്ത് വലൽ അദാ, പൊതുശത്രുവിനെതിരെ നിങ്ങൾ ഒന്നിക്കുക എന്നാണ്. അൽ വഹദത്ത് വലൽ അദാ, അൽ വഹദത്ത് വലൽ അദാ എന്ന് പറഞ്ഞു. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്ക കലിമ ചൊല്ലി മരിച്ചു. നിങ്ങൾ ചിന്തിക്ക്, അല്ലാഹു തആലക്ക് അതൊക്കെ ഒരു സെക്കൻഡ് മതി. നിങ്ങൾ ആലോചിക്കണം. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ്, അല്ലാഹുവിനോടുള്ള കരാർ പാലിച്ച ആൺകുട്ടികൾ എന്ന് പറഞ്ഞ ആൺകുട്ടികൾ. അച്ഛൻ ബുഷ്, കുഴപ്പക്കാരനായ റൊണാൾഡ് റീഗൻ ഒന്നുമല്ലാതെ മരിച്ചു. നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നുമല്ലാതായി മരിച്ചു. ഇതാ അച്ഛൻ ബുഷ് അമേരിക്കയുടെ പടമധ്യേശയിലേക്ക് കൊണ്ടുവന്നവന് ഈ ദുനിയാവെന്ന് കിട്ടിയിരിക്കുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ്. ഇവിടെ മരണത്തിന്റെ ഇടയിലെ വ്യത്യാസം വ്യക്തമായി നമ്മൾ കാണുന്നുണ്ട്. അധികാരം, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സകലവും ത്യജിച്ച ആളുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മരണനേരത്തെ വെളിച്ചത്തിന്റെ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അബ്രഹത്ത് രാജാവ് എങ്ങനെയാ മരിച്ചത്? അബ്രഹത്ത് 60,000 പടക്കൂട്ടവുമായി കഅബാലയം പൊളിക്കാൻ വന്നവനായിരുന്നു അബ്രഹത്ത് ലഅനത്തുല്ലാഹി അലൈഹി. എങ്ങനെയാ മരിച്ചത്? ആളുകൾ, കുട്ടികൾ വരെ പാട്ടുപാടി. ഐനൽ മഫറു വല്ലിലാഹു ത്വാലിബു വല്ലശ്റമുൽ മഗ്ലൂബു ലൈസൽ ഗാലിബു. ഐനൽ മഫറു, എങ്ങോട്ടാ നിങ്ങൾ ഓടുന്നത്? ഐനൽ മഫറു വല്ലിലാഹു ത്വാലിബു, നിങ്ങളെ പിന്നാലെ കൂടിയത് ഇലാഹാകുന്നു. പാട്ടുപാടി. ഐനൽ മഫറു വല്ലിലാഹു ത്വാലിബു വല്ലശ്റമുൽ മഗ്ലൂബു ലൈസൽ ഗാലിബു. വല്ലശ്റമുൽ മഗ്ലൂബു, മുറിമൂക്കൻ പരാജയാവുകയാണ്. മുറിമൂക്കൻ, ലോക ചരിത്രത്തിൽ മുറിമൂക്കൻ എന്ന് പേരുള്ള ഭരണാധികാരി അബ്രഹത്ത. കല്ല് വീണത് മൂക്കിന, മൂക്ക് പൊട്ടി. മുറിമൂക്കൻ രാജാവ് ലോക ചരിത്രത്തെ, അത് പിന്നെ ഒരു പേരുമായി. മൂക്കില്ലാത്ത രാജ്യത്ത് മൂക്കില്ലാത്തവരാരായിരുന്നു? ഇങ്ങനെ പലർക്കും മനസ്സിലായില്ല. നിങ്ങൾക്ക് യമനികളുടെ ആ അബ്രഹത്തിൻ പട്ടാളത്തെ കുറിച്ചായിരിക്കും എന്ത് പറഞ്ഞത്? മൂക്കില്ല രാജ്യം എന്ന് പറഞ്ഞത്. അവിടുത്തെ മുറിമൂക്കൻ രാജാവാണ് ആര്? ആരുടെ? നജ്ജാശി റോമിന്റെ പ്രതിപുരുഷനായിരുന്നു. പിന്നെ മരണം. ഐനൽ മഫറു വല്ലിലാഹു ത്വാലിബു വല്ലശ്റമുൽ മഗ്ലൂബു ലൈസൽ ഗാലിബു. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി മലം ഛർദ്ദിച്ച് മരിച്ചു. ഉറങ്ങണ്ട. ബ്രിട്ടീഷ് ഇന്ത്യയിൽ എന്നെപ്പോലെ അഭിമാനിക്കാനുള്ള ഒരു മുസ്ലിം വേറെയില്ല. ബഹുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെയാണ് ബഹുമാനിക്കേണ്ടത് എന്ന് വിക്ടോറിയ രാജ്ഞിക്ക് കത്തെഴുതിയാളാണ് ഈ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. മലം ഛർദ്ദിച്ച് ചാണ്ടിഗഡിൽ മരിച്ചു. മലം ഛർദ്ദിച്ച മരിച്ചു. എന്താ നിന്നെ പേടിപ്പിക്കുന്നത്? അങ്ങനെ മരിച്ചു. അങ്ങനെ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂലല്ലോ. എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെയാ. ലാഹോറിലെ വീട്ടിൽ വൻകൊടൽ പിരിഞ്ഞ് മലബന്ധമുണ്ടായി. ദിവസങ്ങളോളം മലബന്ധമുണ്ടായി. മലം ഛർദ്ദിച്ച് മരിച്ചു.
കാട്ടവും മൂത്രാദികൾ വായിലൂടെ വന്നു. അങ്ങനെ നെറ്റ് എടുത്തൊക്കെ അങ്ങനെ വെച്ചു. മലം ഛർദ്ദിച്ച് മരിച്ചു. എന്തുകൊണ്ട്? അള്ളാന്റെ ഖുർആനിന്റെ ശത്രുവായിരുന്നു. വമാ മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമുൻ നബിയ്യീൻ. അവസാന പ്രവാചകനാണ് മുഹമ്മദ് നബി. ഞാൻ പ്രവാചകനാണെന്ന് വാദിച്ച ആളാണ് ആര്? മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി. ചിന്തിക്ക്, വളരെ ചിന്തിക്കണം പ്രിയപ്പെട്ട സമുദായമേ. ഇതിലൊക്കെ വലിയ പാഠമുണ്ട്. വായ തുറന്നപ്പോഴെല്ലാം മലം വന്നിരുന്നതു കാരണം കലിമ ചെല്ലാൻ കഴിഞ്ഞില്ല. വായു തുറന്നാൽ വായിലൂടെ മലം വന്നിരുന്നു, അത് കാരണം വായ തുറക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ വായ തുറന്ന മലം പുറത്തു വരുമായിരുന്നു. അങ്ങനെ മലം പുറത്തു വന്ന് കലിമ ചെല്ലാതെ മരിച്ചു മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി. മുസ്ലിം സമുദായത്തെ അമേരിക്കക്കും ബ്രിട്ടീഷുകാർക്കും ഒറ്റിക്കൊടുത്ത വഞ്ചകനായിരുന്നു ഈ മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി. അയാളെ സ്ഥാപനവൽക്കരിച്ചത് പിന്നെ ബ്രിട്ടീഷുകാരും അമേരിക്കൻ CIA-യുമാണ്. ഇപ്പോഴും അവരുടെ തലസ്ഥാനം ബ്രിട്ടനിലാണ്. എല്ലാ ഖാദിയാനി പള്ളികളുടെയും മുകളിൽ ഒരു കൊട. ഇവിടെയൊക്കെ കൊടയുണ്ടാകുന്നതിന്റെ കാലം മുമ്പ് തന്നെ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിരുന്നു. അവരുടെ ഇമാം അവിടെയാ. ലോകത്തുണ്ടോ മുസ്ലിമീങ്ങൾക്ക് ലണ്ടനിൽ ഒരു ഇമാം ഉണ്ടാകാൻ? അല്ല. മദീന കഴിഞ്ഞാൽ ഖുദ്സാകാം, മക്കയാകാം, അല്ലെങ്കിൽ പിന്നെ സിറിയയാകാം, ഡമസ്കസ് മുസൽമാന്റെ കേന്ദ്രമാകുമെന്ന് ഹബീബ നബി പറഞ്ഞിട്ടുണ്ട്. ലണ്ടൻ അക്കാലത്ത് ഇതൊന്നും ബോധമില്ലാത്ത, ഇതൊന്നും മനുഷ്യന്മാർക്ക് ബോധമില്ല, ഇതൊന്നും ബോധമില്ലാത്ത അനവധി ആളുകൾ ചിന്തിക്കണം. തമ്മാടിത്തരത്തിന്റെ പാട്ടുപാട് നടന്നിരുന്ന അറബ് കവിയായിരുന്നു ആര്? കൈസ് ഭ്രാന്തനായി മരിച്ചു. ആളെ കാണുമ്പോഴത്തേക്കും ഓടായിരുന്നു, ഭ്രാന്തനായി മരിച്ചു. തമ്മാടിത്തരം എന്ന് പറഞ്ഞാൽ തമ്മാടിത്തരം. كذبك من أم الهويرث قبلها وجارتها أمي ربابي بملسلي قامتا تعالوا والمسك منهما نسيم الصباجات بري القرنفلي. അങ്ങനെയുള്ള പാട്ടുകൾ ഉണ്ടാക്കിയ തമ്മാടിത്തരത്തിന്റെ പാട്ടുകളാണ്. يوم عاقرت للأرارام طيتي فيا جبا من كوري المتحمل فظل الأذارى يرتمين بلحمها وشهم كهداب بمقص المفتل. വൃത്തികെട്ട പാട്ടുകളാ തമ്മാടിത്തരത്തിന്. കുളിക്കടവിൽ പോയിട്ട് പെണ്ണുങ്ങളെ വസ്ത്രം എടുത്ത് ഓടി എന്നാണ് കൈസ്. എന്നിട്ട് മരത്തിന്റെ മുകളിൽ കയറി നിന്നു. വിവസ്ത്രകളായി ഓരോരുത്തരും എൻ്റെ അടുത്ത് വന്നാൽ വസ്ത്രം കൊടുക്കാമെന്ന് പറഞ്ഞു. അതാണ് ഈ പാട്ടിന്റെ അർത്ഥം. ഇങ്ങനെയുള്ള തമ്മാടിത്തരത്തിന്റെ പാട്ടുണ്ടാക്കിയ കൈസ് അവസാനം ഭ്രാന്തനായി മരിച്ചു. ഭ്രാന്തനായി ഓടായിരുന്നു, മരുഭൂമിയിൽ മുഴുവനും ഓടായിരുന്നു ഭ്രാന്തൻ. അതുപോലെ അബൂനവാസ് എന്ന കള്ളുകുടിയാനായ ഒരു അറബ് കവി ഉണ്ടായിരുന്നു. പ്രഗത്ഭനായ അറബ് കവിയായിരുന്നു. എന്നാൽ അപ്രത്യക്ഷനായി മരുഭൂമിയിൽ ചത്തുകിടക്കുന്ന ആ മനുഷ്യൻ കണ്ടത് വലാഖിബതു ലിൽ മുത്തഖീൻ, വലാഖിബതു ലിൽ മുത്തഖീൻ. ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരനാണ് ദസ്തവസ്കി. അയാൾ കള്ളുകുടിച്ച് മരിച്ച ആളാണ്. വ്യഭിചരിച്ച് ഗുഹ്യരോഗം ബാധിച്ച് മരിച്ച ആളാണ്. ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരനായ ഗദേ മോപ്പസാങ്. ഞങ്ങൾ റളിയല്ലാഹു അൻഹു ഒന്നും പറയണ്ട, ഒക്കെ ഞാൻ എണ്ണിയാൽ കുറച്ച് എണ്ണാനുണ്ട്. കള്ളു കുടിച്ച് ഭ്രാന്ത് പിടിച്ചിട്ട് മലയാളം കണ്ട ഏറ്റവും വലിയ സാഹിത്യത്തിന്റെ ജീനിയസ് എന്ന് കാളിദാസന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ജീനിയസ് എന്ന് കൃഷ്ണൻ നായർ പറഞ്ഞിട്ടുള്ള സാഹിത്യകാരനാ ജോൺ അബ്രഹാം. ഈ പാര കണ്ടിട്ട് അവരുടെ മുകളിൽ കയറി കഞ്ച വലിച്ചിട്ട് വീണിട്ടായാത്ത ഇവിടുന്ന് കഞ്ച വലിച്ച മുമ്പിലേക്ക് തോന്നി ഞാൻ ഇപ്പൊ സ്പേസിലാണ്, എനിക്ക് ഇപ്പൊ ചിറകുണ്ട്, അങ്ങോട്ട് പാറി അങ്ങോട്ട് വീണു. അങ്ങനെയാ ജോൺ അബ്രഹാം മരിച്ചത്. മലയാളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചങ്ങമ്പുഴ കുടിച്ചു പിന്നെ ആത്മഹത്യ ചെയ്തു. എന്നോട് പറയിപ്പിക്കണ്ട.
ജീവിച്ചിരിക്കുന്ന കുറെ വലിയ ആളുകളുണ്ട്, കള്ള് കിട്ടില്ലെങ്കിൽ എണീക്കാൻ കഴിയില്ല. കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരന്മാർ. ഒരു മദ്യത്തിനെതിരെ പ്രസംഗിക്കുന്ന ഒരു സാഹിത്യകാരനുണ്ട്, പറയണ്ട. മദ്യത്തിനെതിരെ പ്രസംഗിക്കുന്ന ഒരു സാഹിത്യകാരനുണ്ട്. ആ സാഹിത്യകാരൻ വെള്ളാപ്പള്ളി നടേശനെ ആക്ഷേപിച്ച് പ്രസംഗിച്ചു ഒരിക്കൽ. അപ്പോൾ വെള്ളാപ്പള്ളി എന്താണെങ്കിലും ഒരു ആണത്തുള്ള വാക്ക് പറഞ്ഞു കേട്ടോ. വെള്ളാപ്പള്ളി പറഞ്ഞു, എനിക്ക് അബ്കാരിയല്ലേ, ഗുരുവിന്റെ ആളായിട്ട് എന്തിനാ അബ്കാരിയല്ലേ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ച് പ്രസംഗിച്ചു. അപ്പോൾ വെള്ളാപ്പള്ളി തിരിച്ച് മറുപടി പറഞ്ഞു, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, ചേർത്തലയില് എനിക്കെതിരെ പ്രസംഗിക്കാൻ വന്നിട്ട് എത്ര കുടം കള്ള് മോന്തിയിട്ടാ അവിടുന്ന് പോകുന്നത്, സാക്ഷി ഹാജരാക്കണോ എന്ന് ചോദിച്ചു. അന്ന് പൂട്ടിയ വായ ആ വെള്ളാപ്പള്ളിയെ പിന്നെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇതാ സാഹിത്യകാരന്മാരുടെ അവസ്ഥ. മദ്യം കിട്ടിയില്ലെങ്കിൽ എണീറ്റ് നിൽക്കാൻ കഴിയാത്തവർ. ഒരു പ്രഗത്ഭനായ സാഹിത്യകാരനെ ക്ഷണിക്കാൻ വേണ്ടി അയാളുടെ റൂമിൽ ഒരിക്കൽ ഞങ്ങൾ മൂന്നാല് ആളുകൾ പോയി. അയാളൊരു കട്ടിലിട്ടിട്ടുണ്ട്. ആ കട്ടിലിട്ടതിൻ്റെ നേരെ മുകളിൽ ഒരു പൂർണ്ണ നഗ്നയായ പെണ്ണിന്റെ ചിത്രം അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. പൂർണ്ണ നഗ്നയായ ഒരു സുന്ദരിയായ പെണ്ണിന്റെ ചിത്രം നേരെ കട്ടിലിന്റെ തൊട്ടടുത്ത്. കട്ടിൽ ഇങ്ങനെ തലയണ വെച്ച് കിടന്നാൽ അത് കാണും. ഇങ്ങനെ ഇവിടെ ഈ കോഴിക്കോട് ഞാൻ പറയുന്നില്ല. സാഹിത്യകാരന്മാർ കവികളെ തെമ്മാടികളെ പിമ്പറ്റുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ. ഞാൻ വിശദീകരിക്കുന്നില്ല. പലരും അങ്ങനെയാ, പലരും അങ്ങനെയാ. ദസ്തവസ്കി മദ്യപാനിയ, ഇതേ മൊപ്പസ് അങ്ങനെ പറയുന്നുണ്ട്. വിൻസെന്റ് വാൻഗോഗ് ലോകം കണ്ട ഏറ്റവും വലിയ ചിത്രകാരനായിരുന്നു. എന്ന ഛായാചിത്രകാരൻ, അയാളുടെ വിളപ്പാടം എന്ന ചിത്രം ലോകത്തെ അത്ഭുതമാണ്. അയാൾ മരിച്ചത് സ്വയം വെടിവെച്ച ആത്മഹത്യ. ലോക ചരിത്രത്തിലുണ്ടായ ആക്ടർമാര്, ആക്ട്രസുകളിൽ 70% ആത്മഹത്യ ചെയ്ത് മരിച്ചവരാണ്. ലോകത്ത് കഴിഞ്ഞുപോയ സിനിമ ആക്ടർ, ആക്ട്രസ്മാരിൽ 70% പ്രതിഭകളും മരിച്ചത് ആത്മഹത്യ ചെയ്തതോ അല്ലെങ്കിൽ മദ്യപാന ക്യാൻസറോ ആകുന്നു. 70% അങ്ങനെയാണ് മരിച്ചത്. 70% അങ്ങനെ മരിച്ചത്. വൽആഖിബത്തു ലിൽമുത്തഖീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ. ഞാൻ വിശദീകരിക്കുന്നില്ല. പലരും ഞാൻ എണ്ണി പറയുന്നേ ഇല്ല. അങ്ങനെ പറഞ്ഞാല് പലയിടത്തും കൊള്ളുമെന്ന് എനിക്ക് ഒരു ബേജാറുണ്ടായത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. എണ്ണി എനിക്ക് പറയാൻ കഴിയും. ഇവിടെയൊക്കെയുള്ള പല ജീനിയസുകളെ. അങ്ങനെ ഒരാൾക്ക് വലിയ ഒരു അവാർഡ് കിട്ടി. ഇന്ത്യയിൽ അങ്ങനെ പറയാ, ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ വലിയൊരു സ്ഥലമാണല്ലോ. ഇന്ത്യയിൽ ഒരിക്കൽ ഒരാൾക്കൊരു ജ്ഞാനപീഠം അവാർഡ് കിട്ടി. അവാർഡിന് വേണ്ടി അയാളെ കൊണ്ടുവന്നു. അവാർഡ് കിട്ടിയപ്പോൾ ഒരു നാട്ടുകാര് അദ്ദേഹം പഠിച്ച സ്ഥാപനം, പഠിച്ചു വളർന്ന സ്ഥാപനം ഒരു ആദരവ് കൊടുത്ത് അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചു. സ്വീകരണ സ്ഥലത്തേക്ക് അയാൾ വന്നു. എണീറ്റ് നിന്നപ്പോൾ തുണി അഴിഞ്ഞുപോയി. തുണിയില്ലാതെ പ്രസംഗിച്ചു. അതായത് ബോധം ഉണ്ടായില്ല. ഫുൾ ലോഡാ. ആർക്ക്? ജ്ഞാനപീഠം ജേതാവിന്. ആ സദസ്സിൽ പങ്കെടുത്ത ആൾ ഈ കൂട്ടത്തിലുണ്ട്. ആ സദസ്സിൽ പങ്കെടുത്ത ഒരാൾ ഇവിടെയുണ്ട്. എന്താ കിട്ടിയ അവാർഡ്? ജ്ഞാനപീഠം. ആ ജ്ഞാനത്തെയാണ് അജ്ഞാനം എന്ന് പറയേണ്ടത്. ദീർഘം ഒഴിവാക്കിയാൽ മതി. ആ ജ്ഞാനം അജ്ഞാനം. ആ ജ്ഞാനമാണ് അജ്ഞാനം. വൽആഖിബത്തു ലിൽമുത്തഖീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ. 50 ലക്ഷം മനുഷ്യരെ പട്ടിണി കിട്ടുവന്ന ഭരണാധികാരിയ വ്ളാഡിമിർ ലെനിൻ സിഫിലിസ് ബാധിച്ച് മരിച്ചു. വേശ്യകൾക്ക് മാത്രം ഉണ്ടാവുന്ന രോഗമാണ് സിഫിലിസ്. ഇത് ബാധിച്ച മരിച്ചു. അങ്ങനെയാണ്. ചിന്തിക്കണം. വിശ്വാസികളെ, ഭരണാധികാരികൾ, സാഹിത്യകാരന്മാർ, ലോക ചരിത്രത്തിൽ ഉന്നതരായി വിലസി നടന്നിരുന്ന ആളുകളെല്ലാം എങ്ങനെയാ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ബാബരി മസ്ജിദ് പൊളിക്കാനുള്ള സർവ ഒത്താശയും ചെയ്തു കൊടുത്ത ഇന്ത്യൻ ഭരണാധികാരിയാണ് ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും നിന്ദ്യനായി മരിച്ചത്. ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും നിന്ദ്യനായി മരിച്ച ഭരണാധികാരി ആ ഭരണാധികാരിയാ.
ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ ആ കുരുത്തക്കേടാണ് ഇന്നും ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഘടന പേറുന്നത്. അല്ലെങ്കിൽ 3-2 ഭൂരിപക്ഷമുണ്ടായി പാർലമെന്റിൽ വിലസിയവർ ഇന്നെന്തിനു വേണ്ടിയിട്ട് ഈ ചാക്കെട്ട് പിടുത്തത്തിന് നടക്കുന്നു? എന്തേ? സത്യത്തിൽ ആ ഗുരുത്തക്കേട് പേറുകയാണ്. ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ പൊളിക്കാൻ സർവ്വവിധ ഒത്താശയും ചെയ്തു കൊടുത്ത ഭരണാധികാരിയാണ്. ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും നിന്ദനായി മരിച്ചു. നിന്ദനായിട്ടാണ് മരിച്ചത്. നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾ ചിന്തിക്കണം. നമസ്കാരത്തെ 5 വഖ്ത് നമസ്കാരത്തെ എതിർത്ത് നടന്നിരുന്ന ഒരാളുണ്ടായിരുന്നു. എങ്ങനെ മരിച്ചു അറിയൂല. അറിയൊന്ന് പറഞ്ഞാൽ കൊടുക്കും. മരിച്ചോന്നും അറിയൂ, അതും അറിയൂല. മരിച്ചോന്നറിയില്ല. ഇനി ശരാശരി ആയുസ് കൂടിയിട്ട് ഏതെങ്കിലും കാളിയന്മാരെ കൊണ്ട് ഉറപ്പിക്കാം ഇപ്പൊ മരിച്ചിട്ടുണ്ടാവുന്ന അറിയൂല. ദുനിയാവിൽ ഒരു മുസ്ലിം നാമധാരി മരിച്ചിട്ട് സ്വന്തം കുടുംബത്തിന് വരെ മയ്യത്ത് നിസ്കരിക്കാൻ കിട്ടാത്ത ഒറ്റാൾ ചേകനൂരാണ്. അല്ല, മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ മരിച്ചു എന്ന് ഉറക്കണ്ടേ? ഇപ്പോഴും മരിച്ചു എന്ന് വരില്ല. എവിടെയാ ഖബറ്? എന്താണ്? ഏത് കല്ലുകൂടിയാണെങ്കിലും എന്റെ ഖബറൊക്കെ ജനങ്ങൾക്ക് അറിയും. എവിടെയാ ഖബർ? ഖബർ എവിടെ എന്നാരെങ്കിലും പറഞ്ഞാൽ കുടിക്കും. അതിന്റെ അങ്ങനെ നമ്മൾ ഇനി ചിന്തിക്കുക. ഇനി നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ചിന്തിക്കുക. ഇവിടെയാ മുസ്ലിം സമുദായമേ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ ഹജ്ജിന്റെ തവാഫിനിടയിൽ കൊണ്ടുപോയി അവിടുന്ന് മരിച്ചു. തവാഫിനിടയിൽ അന്ന് തവാഫ് ചെയ്തു, അന്ന് ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, അന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്, അന്ന് ഖുർആൻ ഓതിയിട്ടുണ്ട്, അന്ന് സദഖ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അന്ന് മരിച്ചു. നിങ്ങൾ ചിന്തിക്കും. എവിടെ മറവ് ചെയ്തു? ജന്നത്തുൽ മുഹല്ലയിൽ. എവിടെ തഹ്ത ഖദമി സൗജത്തിൻ നബി, ഹബീബ റസൂലുള്ളാഹിന്റെ പിരിശപ്പെട്ട ഭാര്യയായ ഖദീജ ബീവിയുടെ കാലിന്റെ ചുവട്ടിൽ റളിയല്ലാഹു അൻഹ. ആരാ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ? അവിടുന്ന് പിന്നെ സ്വർഗത്തേക്ക് ഒരു ചാണുണ്ടാവില്ല. അവിടുന്ന് സ്വർഗത്തേക്ക് ഒരു ചാണില്ല. ബാഫഖ് തങ്ങൾ കിടക്കുന്നിടത്തുനിന്ന്. എന്തുകൊണ്ട്? അർബഅത്തുൻ സയ്യിദാത്തു നിസാഇ അഹ്ലിൽ ജന്ന. 4 പെണ്ണുങ്ങൾ സ്വർഗീയ വനിതകളിൽ നേതാക്കളാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ഖദീജ ബിൻത് ഖുവൈലിദ്, ഒന്ന് ഫാത്തിമ ബിൻത് മുഹമ്മദ്, ഒന്ന് ആസിയ ബിൻത് മുസാഹിം, മറിയം ബിൻത് ഇമ്രാൻ. ആ ഖദീജ ബീവി എന്ന സ്വർഗീയ വനിതകളിൽ ഏറ്റവും മഹതിയാണ് ഖദീജ ബീവി. കാരണം മറ്റ് മഹദികളൊക്കെ റസൂലുള്ളാഹിന്റെ പരലോകത്തെ ഭാര്യമാരാണ്. ആസിയ ബീവിയും മറിയം ബീവിയും. ഫാത്തിമ ബീവി റസൂലുള്ളാഹിന്റെ മകളുമാണ്. എന്നാൽ ഖദീജ ബീവി ആ മകളെക്കാൾ ഉന്നതയാണ്. കാരണം മകളുടെ ഉമ്മയാണല്ലോ. മകളുടെയും സ്വർഗം ഉമ്മയുടെ കാൽച്ചുവട്ടിലല്ലേ? ചിന്തിക്കും. ആ ഖദീജ ബീവിയുടെ കാലിന്റെ ചുവട്ടിൽ മരിച്ചു കിടന്നു മരിച്ചു കിടക്കുന്നു മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ റഹിമഹുല്ലാഹ്. നിങ്ങൾ ചിന്തിക്കുക. ഖാദിയാനി മലമ്പെന്ന് മരിച്ചു. ഖാദിയാനിയെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എതിർത്ത മഹാൻ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും എതിർത്ത മഹാൻ അല്ല. ഖാദിയാനികൾ കാഫിറാണെന്ന് ലോക ചരിത്രത്തിൽ ഏറ്റവും ആദ്യം ഫത്വ കൊടുത്ത മഹാൻ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ്. എങ്ങനെ മരിച്ചു? സുബഹിന്റെ ബാങ്ക് കൊടുത്തപ്പോൾ ബാങ്കിന് ഇജാബത്ത് ചെയ്തു. وآخر الفاضل أراني مقارن بأنفاسه الأخرى التي لم تعاقب. മനുഷ്യന്മാരെ, ഇത് സത്യം നിങ്ങൾക്ക് ഇനിയും തോന്നിയില്ലേ? ഖാദിയാനി എടാ മീർസ ഗുലാം, എടാ ഖാദിയാനി, നിന്റെ വലിയ ഖാദിയാനി, നിന്റെ തലയിലുള്ള വലിയ ഖാദിയാനി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായത്തോടെ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ ചാരപ്പണിയെടുത്ത കാഫിറായ നിന്റെ നേതാവ് ഖാദിയാനി ചണ്ഡീഗഡിൽ മലം വന്ന് ഛർദ്ദിച്ച് മരിച്ചു. ചിന്തിക്കും.
നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് ആ ലണ്ടനിൽ കൊണ്ടുപോയി നിങ്ങൾ തലസ്ഥാനമാക്കി അവരാ നിങ്ങളെ. എന്നാൽ ലണ്ടനിൽ വെച്ച് മരിച്ചു മഹാനായ മൗലാന മുഹമ്മദ് അലി. പക്ഷെ മറവ് ചെയ്തത് ബൈത്തുൽ മുഖദ്ദസിൽ. മനസ്സിലായില്ല? മരിച്ചത് ലണ്ടനിൽ, ഖബർ ബൈത്തുൽ മുഖദ്ദസിൽ. എങ്ങനെ? ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടാൻ വേണ്ടി പോയ പ്രഗത്ഭനായ മഹാനായ മുസ്ലിം ജനനേതാവ് അല്ല, ഇന്ത്യയുടെ ജനനേതാവ്, ഇന്ത്യയുടെ അഭിമാന ഭാജനമായിരുന്നു മഹാനായ മൗലാന മുഹമ്മദ് അലി. ലണ്ടനിൽ വെച്ച് മരിച്ചു. അവസാന വസിയത്ത് ഇങ്ങനെയായിരുന്നു, എന്റെ ഖബർ ഖുദ്സിലാകണം. നേരെ ഫ്ലൈറ്റിന് കൊണ്ടുവന്നു. മറവ് ചെയ്തത് ഇപ്പോഴുമുണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ മുസ്ലിമീങ്ങളെ നേതാവിന്റെ ഖബറിടമാണ് ഇപ്പോഴും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും ബൈത്തുൽ മഖ്ദസ് സന്ദർശിക്കുന്ന ആളുകൾക്ക് ഇന്നും സൗകര്യമുണ്ട് സിയാറത്ത് ചെയ്യാൻ. ആ ഖാദിയാനിയെ എതിർത്ത മനുഷ്യൻ, ലോകത്തെ ആ സമൂഹം ആ ഖാദിയാനി കാഫിറാണെന്ന് ലോക ചരിത്രത്തിൽ ചിന്തിക്കണം. ആദ്യമായി പറഞ്ഞ ഇന്ത്യൻ പണ്ഡിതൻ മഹാനായ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ്. കാഫിറാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കാഫിറുമല്ല, അരഫിറുമല്ല, മുഴുവനും ഫിറാണ്. അങ്ങനെ പറഞ്ഞത്. കാലും ഒരു അരയൊന്നല്ല. ഇവിടെ പലർക്കും പേടിയായിരുന്നു കാഫിറാണെന്ന് പറയാൻ. അപ്പോൾ പറഞ്ഞു, കാഫിറുമല്ല, അരഫിറുമല്ല, മുഴുവനും ഫിറാണ്. അങ്ങനെ പറഞ്ഞത്. കാലും അരയൊന്നല്ല. എങ്ങനെ മരിച്ചു? എങ്ങനെയാ മരിച്ചത്? കാലും അരയൊന്നല്ല, ഫുള്ളാണ്. അങ്ങനെ പറഞ്ഞു. എങ്ങനെ മരിച്ച? ശംസുൽ ഉലമ ആഖിറു അൽഫാലിൽ അരാനി മുഖാരിനോ ബിഅൻഫാസിഹിൽ ഉഖറല്ല തിലം തുആഖബി. ബാങ്കിന് സുബഹിന്റെ ബാങ്ക് കൊടുത്തു. അപ്പോൾ കിടക്കണ കട്ടിലിൽ ശിഷ്യന്മാരോട് ആ സുബഹയുടെ കുറച്ചു നേരം മുമ്പ് പറഞ്ഞു, യാസീൻ ഓടിക്കോളൂൻ. എല്ലാവരും യാസീൻ ഓടി. യാസീൻ വൈലൈഹി തുർജഊൻ എന്ന് അവസാനിക്കുമ്പോൾ തൊട്ടടുത്ത പള്ളിന് ബാങ്ക് കൊടുത്തു. ബാങ്കിന് ഇജാബത്ത് നൽകി. ബാങ്കിന്റെ അവസാന വാചകവും പറഞ്ഞു. കണ്ണടച്ചു. തസ്ബീഹ് മാല കയ്യിൽ നിന്ന് വീണു, വെച്ചു. വൽആഖിബതു ലിൽമുത്തഖീൻ, വൽആഖിബതു ലിൽമുത്തഖീൻ. നാദാപുരത്തെ കുഞ്ഞാലി ഹാജി, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, കുഞ്ഞാലി ഹാജി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബാഫക്ക് തങ്ങളെ മയ്യത്ത് കൊണ്ടുവരാൻ ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോയത് ഞങ്ങളായിരുന്നു, ഖാദിമീങ്ങളാണ്. ഞങ്ങളെ പുറത്ത് നിർത്തിയിരുന്നു പോലീസുകാർ. ആശുപത്രി തങ്ങൾ ചെന്നു. അപ്പോഴും കയ്യിന്റെ ഉള്ളിൽ തസ്ബീഹ് മാല ഉണ്ടായിരുന്നു. അപ്പോൾ മരിച്ചിട്ടേ ഉള്ളൂ, കയ്യിൽ തസ്ബീഹ് മാല ഉണ്ട്. അപ്പോഴും ചിന്തിക്കും. കൂടെ മുഴുവനും നടക്കുമ്പോഴെല്ലാം തന്റെ വാഹനത്തിൽ 3 കഷ്ണം തുണിയും ഒരു മുസഹഫും കൊണ്ട് നടന്നിരുന്നു. എപ്പോഴും ഉണ്ടായിരുന്നു 3 കഷ്ണം തുണി, ഒരു മുസഹഫ് തന്നെ. ഇന്ത്യൻ മദ്രാസിലെ ഏറ്റവും വലിയ ധനാഢ്യന്റെ മകൻ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ വീട്ടിലൊരു കസേരയില്ലാതെ അതിഥികൾക്ക് തക്കാളിക്കൊട്ട വെച്ചു കൊടുത്ത് ദരിദ്രനായി സമുദായത്തിന് സമർപ്പിച്ച് മരിച്ചു. ആരെ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വരെ പേടിച്ചിരുന്ന മഹാൻ. ചിന്തിക്കണം. എന്റെ ഫെർഡിനൻഡ് മാർക്കോസ് ഉള്ളതെല്ലാം വാരിക്കൂട്ടി മരിച്ചു. ചെഷസ്ക്യൂ ഉള്ളതെല്ലാം വാരിക്കൂട്ടി മരിച്ചു. സമുദായ രാജ്യത്തിന്റെ ലോകത്തിന്റെ പണം മുഴുവനും സുഖലോലുപന്മാരായി തിന്ന് കുടിച്ച് മരിച്ചു. എന്നാൽ മദ്രാസിലെ വലിയ ധനാഢ്യന്റെ മകനായിരുന്നു ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നിയമജ്ഞൻ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ ഏറ്റവും അഭിമാനഭാജനമായ ജനനേതാവ് വീട്ടിൽ കയറി വരുന്നവർക്ക് ഒരു തക്കാളിക്കൊട്ട പോലും ഒരു കസേര പോലും കൊടുക്കാനില്ലാതെ തക്കാളിക്കൊട്ട മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പഴയ ആര്? ഇന്ത്യൻ പാർലമെന്റിൽ അനവധി കാലം പാർലമെന്റേറിയൻ ആയിരുന്ന മഹാൻ. അങ്ങനെ മരിച്ചു. ചിന്തിക്കും. ഇന്ത്യൻ നിയമസഭയിൽ ഉറഞ്ഞുയർന്നു കേട്ട ശബ്ദത്തിന്റെ ഉടമ, കോഴിക്കോട്ടെ ഉമറാക്കളെ മുസ്ലിം സമുദായത്തിന്റെ ജനനേതാവ്, ആശുപത്രിയിലെ ബില്ലടക്കാനില്ലാതെ ആശുപത്രി മാറ്റി പാവപ്പെട്ടവനായി മരിച്ചു. ആര്? സയ്യിദ് മർബാഫക്ക് തങ്ങൾ. അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ.
വൽആഖിബതു ലിൽമുത്തഖീൻ വൽആഖിബതു ലിൽമുത്തഖീൻ. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ മരിക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് വരെ സതുപദേശം ചെയ്തു. അന്ന് വരെ ഉപദേശം ചെയ്തിട്ടുണ്ട്. പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളോട് വിദ്യാർത്ഥി ജീവിതത്തിൽ പാലിക്കേണ്ട ശ്രദ്ധിക്കേണ്ട സർവ്വകാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ആ കുട്ടികൾ പാണക്കാട്ടിൽ നിന്ന് വണ്ടി കയറിപ്പോയി. നേരെ പട്ടിക്കാടെത്തിയപ്പോൾ വിവരം കിട്ടി തങ്ങൾ മരിച്ചിട്ടുണ്ട്. അവർക്ക് അന്ന് ഉപദേശം ചെയ്തു കൊടുത്ത മഹാൻ എന്ന് മരിച്ചു. വെള്ളിയാഴ്ച രാവിലെ മരിച്ചു. ഒരു കൊല്ലം അല്ലാഹു തആല ദാനമായി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാത്രികളിൽ ഒന്നാണ്. 5 രാത്രികളിൽ ഒരു രാത്രിയാണ് റജബിൽ ആദ്യത്തെ രാത്രി. ആ രാത്രി മരിച്ചു. വൽആഖിബതു ലിൽമുത്തഖീൻ വൽആഖിബതു ലിൽമുത്തഖീൻ. തന്റെ ആദർശത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത മഹാനായ നാട്ടിക മൂസ മുസ്ലിയാർ, ആ മനുഷ്യൻ തന്റെ ദീനിന്റെ എതിരാളികളോട് ദീനിന്റെ കാര്യത്തിൽ പല വിഷയങ്ങളിലും അബദ്ധം വെച്ച് പുലർത്തുന്ന ഒരു സമൂഹത്തോട് അവരുടെ തെറ്റ് തിരുത്താൻ വേണ്ടി വാഗ്ദത്തം ചെയ്ത ദിവസം ആ നേരം അപ്പോൾ മരിച്ചു. അതേ നേരത്തെ കല്ലൂർ മുഹമ്മദ് മുട്ടി മുസ്ലിം മരിച്ചു. അതേ നേരത്തെ വെച്ചു. എന്റെ വൽആഖിബതു ലിൽമുത്തഖീൻ വൽആഖിബതു ലിൽമുത്തഖീൻ. നിങ്ങൾ ചിന്തിക്കണം. ഞാൻ നീട്ടി പറയുന്നില്ല. അതുകൊണ്ട് വിശ്വാസികളെ ചിന്തിക്കണം. ഒരാൾക്ക് മരണത്തിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. മരണം നമ്മുടെ കൂടെയുണ്ട്. രാജ്യത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത മഹാനാണ് മഹാനായ ആലി മുസ്ലിയാർ. തക്ബീർ ചൊല്ലി പിന്നെ കലിമയും ചൊല്ലി മരിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലാഹു അക്ബർ എന്ന് മുഴക്കിയിട്ട് തക്ബീർ ചൊല്ലി ബ്രിട്ടീഷുകാരന്റെ മുഖത്ത് നോക്കി തക്ബീർ ചൊല്ലി കലിമ ചൊല്ലി മരിച്ചു. ഈ കൊടുവള്ളിയിലുണ്ട് പാലക്കാണ്ടോടുക അബൂബക്കർ മുസ്ലിയാർ എന്നൊരു മഹാൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ മഹാൻ സുജൂദിൽ മരിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്നു. സുജൂദിൽ മരിച്ചു. എല്ലാ 6 മാസത്തിലൊരിക്കലെങ്കിലും ശംസുൽ ഉലമ പോകുന്ന ഒരു വീടുണ്ടായിരുന്നു. ഈ തൃശൂർ ജില്ലയിൽ ഒരു നല്ല മുസ്ലിം കുടുംബം, ആഭിജാത്യമുള്ള ഒരു ദീനുള്ള ഒരു കുടുംബം ആ വഴിക്ക് വരികയാണെങ്കിൽ അവരെ വീട്ടിൽ പോയിരുന്നു. അവർ വിരുന്നിന് കൊണ്ടുപോയിരുന്നു. അങ്ങനെ അവരെന്നോട് പറഞ്ഞു, മരിക്കുന്നതിന്റെ നേരെ 2 ദിവസം മുമ്പ് ആ വീട്ടിലേക്ക് വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞു, ഇനി വരാൻ കഴിയില്ല, യാത്ര പോവാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? മനസ്സിലാവുണ്ട് പറഞ്ഞത്. അവരാണ് ആ കുടുംബാംഗങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങളുണ്ടല്ലോ അന്ന് ഉസ്താനി കൂടെ. അതെ പേര് പറയണ്ട. ഞങ്ങളോട് പറഞ്ഞു. അവിടെ ദീനിയാ കാര്യത്തിന് ഞങ്ങൾ ചെന്നതായിരുന്നു. ഞാനും ഉസ്താനിന്റെ ഞങ്ങളോട് പറഞ്ഞു. മരിക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് ആ കുടുംബത്തിലെ മൂത്ത മകനെ ഫോൺ ചെയ്തു. ബാപ്പ മരിച്ചിട്ടുണ്ട്. അവർ ഭയങ്കര സ്വാലിഹ്യങ്ങളാ. ആ കുടുംബത്തിലെ മൂത്തക്കാരന്മാരെ വിളിച്ചിട്ട് ശംസുൽ ഉലമ പറഞ്ഞു, ഇനി വരാൻ കഴിയില്ല, ഇനി യാത്ര പോവുകയാണ്. വൽആഖിബതു ലിൽമുത്തഖീൻ വൽആഖിബതു ലിൽമുത്തഖീൻ. പണിക്കാരനെ വിളിച്ചിട്ട് വീടും പറമ്പും മുഴുവനും എല്ലാം വൃത്തിയാക്കി തലേന്ന് പണിക്കാരെ വിളിച്ച് വൃത്തിയാക്കിയിട്ടു. മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ തലേന്ന് പണിക്കാരെ വിളിച്ച് വീടൊക്കെ വൃത്തിയാക്കിയിട്ടു. പിറ്റേന്ന് ഇവിടെ മരിക്കണം. ചിന്തിക്കും. വൽആഖിബതു ലിൽമുത്തഖീൻ വൽആഖിബതു ലിൽമുത്തഖീൻ. കട്ടിലിന്റെ അരികിൽ കിടന്നു മരിക്കാനൊരുങ്ങുകയാ സയ്യിദ്നാ ബിലാൽ. ഭാര്യ കരയാൻ തുടങ്ങി. വാഹുസ്നാ വാഹുസ്നാ, എന്റെ ഖേദമേ, എന്റെ നഷ്ടമേ, എന്റെ പുതിയാപ്പിള മരിച്ചു പോവുകയാണല്ലോ. കരയാൻ തുടങ്ങി. ആര്? ഭാര്യ. എന്നാൽ ഇങ്ങോട്ട് നോക്ക്, പുഞ്ചിരിച്ചു ആര്? സയ്യിദ്നാ ബിലാൽ. ഒക്കെ പറ, ഇങ്ങോട്ട് നോക്ക്, സയ്യിദ്നാ ബിലാൽ ചിരിച്ചിട്ട് പറഞ്ഞു, നഷ്ടോ നിനക്കോ? ഇന്നെന്റെ സന്തോഷത്തിനതിരില്ല.
അൽഖാ മുഹമ്മദൻ വസ്വഹ്ബഹു അൽഖാ മുഹമ്മദൻ വസ്വഹ്ബഹു. ഇന്ന് ഞാൻ എൻ്റെ നേതാവിനെയും കൂട്ടുകാരെയും കാണാൻ പോവാണ് എന്ന് പറഞ്ഞ് ചിരിച്ചു. മരിക്കണമെന്ന് ഹിറ്റ്ലർ മരിക്കുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. മുസോളനി പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. ചെഷസ്ക്യൂ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. മനിലയിൽ പിടികൂടിയപ്പോൾ ഫെർഡിനൻഡ് മാർക്കോസ് ആ കുട്ടികൾ കരയും പോലെ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. പൊട്ടിപ്പൊട്ടിക്കരഞ്ഞിട്ട് അവരൊക്കെ ചത്തുപോയത്. നിങ്ങൾ ചിന്തിക്കുക. എന്നാലോ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ഇന്നെന്റെ സന്തോഷമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇദാ അൻതലം തർഹൽ ബിസാദിൻ മിനത്തുഖാ വലാഖൈത ബഅദൽ മൗതി മൻ ഖദ് തസവദ നദിംത അലാ അല്ലാ തകൂന കമിസ്ലിഹി വഅന്നക ലം തർസദ് കമാ കാന അർസദാ. വിശ്വാസികളെ, ഇതിൽ നിന്ന് പഠിക്കണം, ഇതിനെ നമ്മൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. അല്ലാഹുവേ, പറഞ്ഞു കേട്ടും സ്വാലിഹായ അമലാക്കണമേ റബ്ബേ, ഇൽമിനെ ആഫിയാക്കണമേ റബ്ബേ. നീ ഞങ്ങളെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. നിന്റെ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ദഅവത്ത്, ഞങ്ങൾ ഇന്നത്തെ ഈ സംസാരം റബ്ബേ, എനിക്ക് നല്ല രൂപത്തിലൊന്നും മരിക്കണമല്ലോ. മരണത്തിന്റെ വിവിധങ്ങളായ ശൈലികളാണ് ഇന്ന് ഞങ്ങൾ കാണിച്ചത്. ലോകത്ത് മുഅ്മിനീങ്ങളൊക്കെ നല്ല രൂപത്തിൽ മരിച്ചു, എന്നാൽ കുഫറും തമ്മാടിയും നിന്ദ്യരായും മരിച്ചു. ആ ചിത്രമാണ് വിശുദ്ധ ഖുർആന്റെ തണലിൽ ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തത്. ഇത് നൂറ്റാണ്ടുകളോളം മലയാളത്തിന് ഒരു ചിന്തിക്കാവുന്ന ഒരു കാര്യമാക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, നല്ല മരണം ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. നല്ല മരണം ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. നല്ല മരണം ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. നല്ല മരണം നൽകണമേ റബ്ബേ. നല്ല മരണം നൽകണമേ റബ്ബേ. നല്ല മരണം നൽകണമേ റബ്ബേ. കലിമ ചൊല്ലി മരണം മരിക്കാൻ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരൊക്കെ പറഞ്ഞ് മരിക്കാനുള്ള തൗഫീഖ് നൽകണമേ തമ്പുരാനെ. മഹാന്മാരായ സ്വാലിഹീങ്ങൾ സയ്യിദ്ന ആദം മുതൽ കാലം വരെയുള്ള സർവ്വ സ്വാലിഹീങ്ങളും എങ്ങനെ മരിച്ചോ അങ്ങനെ ഞങ്ങളെ മരിപ്പിക്കണമേ തമ്പുരാനെ. തമ്മാടികൾ മരണത്തെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. ഖുർആന്റെ എതിരാളികൾ, ദീനിന്റെ എതിരാളികൾ, നിസ്കാരത്തിന്റെ എതിരാളികൾ, നിരീശ്വരവാദികൾ, അവരൊക്കെ മരിച്ച മരണത്തിനെ തൊട്ട് ഞങ്ങളെ ഒഴിവാക്കി തരണമേ തമ്പുരാൻ. ഞങ്ങൾക്ക് സന്തോഷത്തിന്റെ മരണം നൽകണമേ റബ്ബേ. ഈമാന്റെ ജീവിതം നൽകണമേ റബ്ബേ. അല്ലാഹുവേ, സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ ആയുസ് മുഴുവനും എൻ്റെ ധനം മുഴുവനും ഈ മാർഗത്തിന് ഇനി ഞാൻ ചെലവാക്കുകയാണ്. ഈ മാർഗത്തിന് വേണ്ടി ചെലവാക്കുന്ന ആയുസ്സും ധനവും നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഈ ആ മാർഗത്തിന് വേണ്ടി ഞങ്ങളെ നീ അധ്വാനിപ്പിക്കണമേ റബ്ബേ. അവിടെ ഞങ്ങളെ വിജയിപ്പിക്കണമേ തമ്പുരാനെ. അങ്ങനെ സന്തോഷത്തിന്റെ ജീവിതവും മരണവും ഞങ്ങൾക്കും നൽകണമേ റബ്ബേ. അല്ലാഹു, ഞങ്ങളെ കുട്ടികളൊക്കെ നല്ലവരാകണമേ റബ്ബേ. ഇതിൽ നിന്ന് ചരിത്ര വിദ്യാർത്ഥികൾക്ക് വരെ പഠിക്കാവുന്ന അനവധി പേരുകളാണ് ഇന്നിവിടെ പറഞ്ഞത്. ഇത് വിദ്യാർത്ഥികൾക്കും ഭാവി തലമുറക്കും ഒരു പാഠമാകണമേ തമ്പുരാനെ. നെപ്പോളിയന്റെ മരണത്തിന്റെ നിന്ദ്യതയും ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മരണത്തിന്റെ ശൂരതയും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നെന്നും, ബിലാലിന്റെ മരണത്തിന്റെയും സയ്യിദ്നാ ബിലാലിന്റെ മരണത്തിന്റെയും അറബ് സാഹിത്യകാരനും പ്രഗത്ഭനായ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹചാരിയായ സയ്യിദ്നാ ബിലാലിന്റെ മരണത്തിന്റെ സന്തോഷവും, എന്നാൽ ഗദേ മോപ്പസാങ്ങിന്റെ നിന്ദ്യമായ സിഫിലിസ് ബാധിച്ച മരണവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ബോധം നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, സന്തോഷിച്ച് സത്യത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്തിരുന്ന മഹാന്മാരുടെ മരണവും അല്ലാഹുവേ, എന്നാൽ തമ്മാടികളായും അവസാനം ആത്മഹത്യം ചെയ്തുള്ള എല്ലാം നശിച്ചും ത്യജിച്ചുമുള്ള ആത്മഹത്യ ചെയ്യുന്ന ആക്ട്രസ്മാർ എല്ലാം കുടിച്ചും മതിച്ചും ലമിച്ചും ലയിച്ചും ജീവിതം നശിപ്പിച്ചിട്ട് അവസാനം ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് ജീവിതത്തിന്റെ നഷ്ടമാകുമെന്ന ബോധം അടുത്ത തലമുറക്ക് നൽകണമേ തമ്പുരാനെ. അതിനാണ് ഈ പ്രഭാഷണം നടത്തിയത്. പഠിച്ചവനെ ബോധം നൽകണമേ റബ്ബേ. ആചാടി തമ്മാടി കൂട്ടങ്ങളുടെ മുന്നിൽ ഇതാ മരണത്തെ കാത്തുകിടക്കുന്ന ആളുകൾ പലരുമുണ്ട്. ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ മയക്കുമരുന്നിന്റെ അടിമയായ ആധുനിക ലോകത്തിന്റെ കളിക്കൂട്ടങ്ങളുടെ പ്രവാചകൻ എന്ന് പറയുന്ന ഡീഗോ മറഡോണ ലോക ചരിത്രത്തിൽ ഈ ജീവച്ഛവം പോലെ ജീവിക്കുകയാണ്. മദ്യപാനിയും വലിയ തിന്മയുടെയും വലിയ മയക്കുമരുന്നിന്റെയും അടിമയായ ഒരു മനുഷ്യൻ ഇന്ന് മനുഷ്യലോകത്തിന്റെ മുന്നിലെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ്. ഈ ഡീഗോ മറഡോണയെ ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോളിന്റെ പ്രവാചകനായി
ഏറ്റുപിടിച്ചു കൊണ്ട് നടക്കുന്ന മലബാറിലെ മക്കൾക്ക് അല്ലാഹുവേ ഞങ്ങളുടെ നേതൃത്വം മറഡോണയും അർജന്റീനയുമല്ല, ഞങ്ങളുടെ നേതൃത്വം മദീനയിലാണെന്ന ബോധം നൽകണമേ തമ്പുരാനെ. ബാഫക്കയുടെ മരണവും പൂക്കോയയുടെ മരണവും സമർപ്പിച്ച് മെഴുകുതിരിയെ പോലെ ഉരുകിത്തീർന്ന മനുഷ്യന്മാരെ മരണം പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി ജീവിക്കണമെന്ന ബോധം ഞങ്ങൾക്കും നൽകണമേ റബ്ബേ, ഞങ്ങൾക്കും നൽകണമേ റബ്ബേ. നല്ലവരലായുള്ളിൻ, നല്ലത് ചെയ്തവരെ ഒരാളെയും പാഴാക്കുകയില്ലെന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ തെളിവാണ് മഹാനായ ബാബക്കത്തങ്ങൾ ഖദീജ ബീവിയുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്നതും ശംസുൽ ഉലമ യമനിലെ മഹാനായ പണ്ഡിതനായ വരക്കൽ ബാലവരി ശൈഖോരക്കാലിന്റെ ചുവട്ടിൽ കിടക്കുന്നതും ലായുളിയു അമല ആമിൽ, നല്ലത് ചെയ്തവനെ അള്ളാഹു പാഴാക്കുകയില്ലെന്നതിന് ഏറ്റവും വലിയ തെളിവാണെന്ന ബോധം നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാൻ, നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ആ ബോധം നൽകണമേ റബ്ബേ. അടുത്ത തലമുറയെ പാഠമുള്ളവരാക്കണമേ റബ്ബേ, രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഈ റഹ്മത്തുള്ളാക്കും ഈ റഹ്മത്തുള്ളാന്റെ മുന്നിലും പിന്നിലും ഉള്ള എല്ലാവർക്കും ഞങ്ങളൊക്കെ സാധുക്കളും പാപങ്ങളും നിസ്സാരന്മാരുമാണ്. ചിലരൊക്കെ ഞങ്ങൾ ആക്ഷേപിച്ചത് ഞങ്ങൾ സ്വയം നിസ്സാരരാക്കുന്നവരാണ് എന്നതാണ്. അതാണ് ഞങ്ങളുടെ തന്നെ മഹത്വമാകേണ്ടതും. പടച്ചോനെ, ഞങ്ങൾ സ്വയം നിസ്സാരബോധമുള്ളവരാകണമേ റബ്ബേ. ഞങ്ങൾ ചെറുതാണ് എന്ന ബോധം ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. പലരും ഞങ്ങളെ ആക്ഷേപിച്ചു, ഞങ്ങൾ സ്വയം നിസ്സാരന്മാരാണെന്ന് പറയുന്നവരാണ്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ നിസ്സാരമാണെന്ന് പറയുന്നവരാണ്. പക്ഷേ അത് നിന്റെ കോടതിയിൽ വലിയതാകാൻ വേണ്ടിയാണ്. വലിയതാക്കി തരണമേ റബ്ബേ. സ്വന്തം മനസ്സിൽ ഞാൻ ചെറുതാണെന്ന് ചിന്തിക്കുകയും എന്നാൽ നിന്റെ അടുക്കൽ ഞങ്ങളെ വലുതാക്കി തരണമേ റബ്ബേ, നിന്റെ അടുക്കൽ വലുതാക്കി തരണമേ റബ്ബേ. പലരും ഞങ്ങളെ ആക്ഷേപിച്ച് കേസത്തിറക്കിയപ്പോൾ പറഞ്ഞത് സ്വയം നിസ്സാരൻ എന്ന് പറയുന്നവനാണ് എന്ന്. അല്ലാഹുവേ, ഞങ്ങളെ വാക്കിൽ ഞങ്ങൾ നിസ്സാരന്മാരാകണമേ റബ്ബേ. പക്ഷേ നിന്റെ കോടതിയിൽ ഞങ്ങൾ ഉന്നതന്മാരാകണമേ റബ്ബേ. തൗഫീഖ് ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഈ ഒരു വിജ്ഞാനത്തിന്റെ മധുരം അല്ലാഹുവേ നൂറ്റാണ്ടുകളോളം മലയാളത്തിന് ദഅവത്തിന്റെ മാർഗശീലാകണമേ തമ്പുരാനെ. ഇരുമ്പാട് മുഅ്മിനീങ്ങൾക്ക് ചിന്തിക്കാൻ മാർഗമാകണമേ റബ്ബേ. അല്ലാഹുവിനെ തൊട്ടെതിരായി നടക്കുന്ന കുഫറിനും ശിർക്കിനും റബ്ബിലേക്ക് മടങ്ങി വരാനുള്ള മാർഗമാകണമേ തമ്പുരാനെ. തറവാട്ടിൽ നിന്ന് പോയവർ തറവാട്ടിലേക്ക് മടങ്ങി വരാൻ കാരണമാകണമേ റബ്ബേ. അല്ലാഹുവേ, ദീനിലേക്ക്, ഈമാനിലേക്ക്, തൗഹീദിലേക്ക്, ഏകവിശ്വാസത്തിലേക്ക് മടങ്ങി വരാൻ ഇതൊരു വേദിയാക്കി തരണമേ തമ്പുരാനെ. ഇതിലെമ്പാടും റഹ്മത്ത് വിളയണമേ റബ്ബേ. രോഗികൾക്ക് ശിഫ നൽകണമേ റബ്ബേ. അല്ലാഹുവേ, നന്മ പറയുന്ന നാവിന് കരുത്ത് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, സാഹിറിന്റെ സിഹറിനെ തൊട്ട് കാക്കണമേ പഠിച്ചു, സാഹിറിന്റെ സിഹറിനെ തൊട്ട് കാക്കണമേ. ഹബീബായ നബിയെ വരെ സാഹിർ വെറുതെ വിട്ടിട്ടില്ല, മഹാന്മാരെ ഒരാളെയും വിട്ടിട്ടില്ല. സാഹിറിന് വരസുകയാ, എവിടെയും സിഹറിന്റെ പുതിയ പുതിയ രീതികളാ. പഠിച്ചവനെ അല്ലാഹുവേ, സാഹിറിന്റെ സിഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. ആയിനെ തൊട്ട് കാക്കണമേ റബ്ബേ. ഈ വെളിച്ച ഇവിടെ നിലനിർത്തി തരണമേ റബ്ബേ. നാവിന് കരുത്ത് നൽകണമേ റബ്ബേ. ഒരു ശബ്ദത്തിന് പകരം 1000 ശബ്ദങ്ങൾ എണീറ്റ് നിൽക്കണമേ തമ്പുരാനെ. കരുത്തുള്ളവർ വരണമേ റബ്ബേ. സമുദായത്തിന് യശസ് നൽകണമേ റബ്ബേ. സമുദായം ഭരിക്കുന്ന ആലിമീങ്ങൾ സത്യബോധമുള്ളവരാകണമേ തമ്പുരാനെ, സത്യബോധമുള്ളവരാകണമേ റബ്ബേ. സമുദായത്തെ ഭരിക്കുന്ന ആലിമീങ്ങൾ സത്യബോധമുള്ളവരാകണമേ റബ്ബേ. ഉമരാക്കളെ സ്വാലിഹീങ്ങളാകണമേ റബ്ബേ. ഞങ്ങളുടെ നേതാക്കൾ ഒരിക്കലും ഒരു നിരീശ്വരവാദിയുടെ മുന്നിലും ഒരു സത്യനിഷേധിയുടെ മുന്നിലും നിന്ദരായി മടങ്ങിപ്പോരേണ്ട ഗതികേട് വരുത്തരുതേ തമ്പുരാനെ. ഞങ്ങളെ നീ കാക്കണമേ റബ്ബേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഞങ്ങളെ കുട്ടികൾ നല്ല പാഠം പഠിക്കണമേ റബ്ബേ. ഞങ്ങളെ കുട്ടികൾ നല്ലവരാകണമേ റബ്ബേ. നാടിൽ ഖൈർ നൽകണമേ റബ്ബേ. കച്ചവടക്കാരെ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. കൃഷിക്കാരെ കൃഷിയിൽ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. ഉൽപ്പന്നത്തിലും വിളവിലും വെള്ളത്തിലും കാലാവസ്ഥയിലും ഋതുഭേദങ്ങളിലും എല്ലാം നീ ബറക്കത്ത് ചൊരിയണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാരെ പ്രശ്നവും നിന്റെ മുന്നിൽ ഏൽപ്പിക്കാം. നീ റാഹത്താക്കണം പഠിച്ചോനെ, എല്ലാരെയും റാഹത്താക്കണമേ റബ്ബേ. 5 മണിക്ക് സുബഹി നിസ്കരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. പെണ്ണുങ്ങളുടെയും ആണുങ്ങളെയും കാലിന്റെ ചുവട്ടിലെ മണലിന്റെ ബർക്കത്തുകൊണ്ട്, കാലിന്റെ ബർക്കത്തുകൊണ്ട് പഠിച്ചവനെ ഈ ദുആ ഞങ്ങൾക്ക് ഇജാബത്താക്കി തരണമേ റബ്ബേ. اللهم لقد أمرتنا بدعائك ووعدتنا إجابتك ووعدتنا بإجابتك وقد دعوناك يا الله راجين يا الله خائفين يا الله لقد دعوناك يا الله أجب دعوتنا يا الله. اللهم أجب دعوتنا يا الله، أجب دعوتنا يا الله، أجب دعوتنا يا الله.
അല്ലാഹുമ്മ അസ്ഖിനാ മിൻ കൗസിൽ കൗസർ കൗസരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വജഅൽനാ ഫീ സുംറതിഹി. ആദം നബി അലൈഹിസ്സലാം മുതൽ നല്ല നിലക്ക് മരിച്ച ഒരുപാട് മഹാന്മാരെ ഒരു 3 മണിക്കൂറിന്റെ ഉള്ളിൽ പറയാവുന്നത്ര പറഞ്ഞു. അല്ലാഹുവേ, അതിനെതിരായ തെമ്മാടികളെയും പറഞ്ഞു. ഇതെന്തിന് പറഞ്ഞത്? നല്ല മനുഷ്യന്മാരുടെ മരണത്തിന്റെ മീസത്ത് ലോകത്തിനറിയാൻ വേണ്ടിയാ. നല്ല മരണം മരിച്ചവരുടെ കയ്യിലേക്ക് അല്ലാഹുമ്മ ഞങ്ങളെ നീ ഏൽപ്പിച്ചു കൊടുക്കണമേ തമ്പുരാൻ. കയ്യിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കണമേ റബ്ബേ. അവരിലേതെങ്കിലും ഒരു കയ്യിലേക്ക് ഒരു കയ്യിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കണമേ റബ്ബേ. ഈ റഹ്മത്തുള്ളാഹിന്റെയും ഈ ദുആ ചെയ്യുന്നവരുടെ മുന്നിൽ ഒരമലില്ല പഠിച്ചോൻ. അല്ലാഹുവേ, നീയാണല്ലോ പറഞ്ഞത് അല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹുക്കേ വിവരമുള്ളൂ, നിങ്ങൾക്ക് വിവരമില്ല. നിങ്ങൾ വിവരമില്ലാത്തവരാണ് പഠിച്ചോൻ, വിവരമില്ലാത്തവരാണ് റബ്ബേ. പക്ഷേ വിവരമുള്ളവനെ അലിമുൽ ഗൈബി വശഹാദത്തെ ഞങ്ങളെ നീ സ്വഹഖൻ സ്വഹഖാ പോടാ പോടാ എന്ന് പറഞ്ഞ് ഞങ്ങളെ നീ ആട്ടരുതേ തമ്പുരാനെ. സ്വഹഖൻ സ്വഹഖാ, ഹബീബിന്റെ അടുത്തേക്ക് കൗസർ കുടിക്കാൻ വേണ്ടി വരുന്ന നേരത്ത് സ്വഹഖൻ സ്വഹഖാ പോടാ പോടാ എന്ന് പറഞ്ഞ് ഞങ്ങളെ ആട്ടരുതേ പഠിച്ചവനെ. നിന്റെ മലായികത്ത് ഒരുപാട് ആളുകൾ കൗസറിലേക്ക് വരുമ്പോ സ്വഹഖൻ സ്വഹഖാ പോടാ പോടാ എന്ന് പറഞ്ഞാട്ടുമെന്ന് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ആട്ടരുതേ പഠിച്ചോന്. ആട്ടാമാ ഞങ്ങൾ നന്മയൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ തൗബ കാക്കണേ തമ്പുരാൻ. തൗബ നൽകണമേ പഠിച്ചോന്. തൗബ നൽകണമേ റബ്ബേ. തൗബ നൽകണമേ റബ്ബേ. തൗബ നൽകണമേ റബ്ബേ. അറിയാത്തത് വന്നു പോയിട്ടുണ്ട് പഠിച്ചോന്. വിവരക്കേട് ചെയ്തിട്ടുണ്ട് റബ്ബേ. അഹങ്കാരം ചെയ്തിട്ടുണ്ട് പഠിച്ചോന്. മാപ്പാക്ക് റബ്ബേ, മാപ്പാക്ക് റബ്ബേ, മാപ്പാക്ക് റബ്ബേ, മാപ്പ് കൊണ്ട് റബ്ബേ. കാലഘട്ടത്തിന്റെ ഖാദിമീങ്ങളാക്കണമേ റബ്ബേ. ഈ കാലഘട്ടത്തിലെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണമേ റബ്ബേ. ദീനിന്റെ ഖാദിമീങ്ങളെ പേര് വായിക്കുമ്പോ 21-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ടിന്റെ പേര് വായിക്കുമ്പോ ഞങ്ങളെയൊക്കെ പേര് അല്ലാഹുവേ ഞങ്ങൾ നിൽക്കുന്ന മഹ്ശർ വിളിച്ചു പറയണമേ റബ്ബേ. റഹ്മാനെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അഇസ്സനാ ബിഇസ്സതിക. അല്ലാഹുവേ, ദീനിന്റെ ഖാദിമീങ്ങൾ തല താഴ്ത്താൻ വേണ്ടി പലരും പണിയെടുക്കുന്നുണ്ട്. ഇസ്സത്ത് നിന്റെതാ, ഇസ്സത്ത് നിന്റെ അധികാരത്തിലാ. പ്രസവനെ അഇസ്സനാ ബിഇസ്സതിക. അല്ലാഹുമ്മ അഇസ്സനാ ബിഇസ്സതിക വൻസുർനാ ബിനുസ്റതിക വറഹംനാ ബിറഹ്മതിക വറഹ്മതുക വസിഅത് കുല്ല ശൈ. പ്രസവനെ സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു സാധു എഴുതിയ കത്താണിത്. എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രസവനെ പശ്ചാത്താപം കൊടുത്തിട്ട് മനുഷ്യന്മാരൊക്കെ പുറത്താക്കണമേ റബ്ബേ. നല്ലവരാകണമേ റബ്ബേ. രാവും പകലും പ്രവർത്തകന്മാർക്ക് ശരീരം ഗൾഫിലാണെങ്കിലും മനസ്സിൽ പന്തലിന്റെ ഉള്ളിലുള്ള ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ആളുകൾ ഗൾഫിലുണ്ട്. അവരെ ശരീരം അവിടെയാണെങ്കിലും മനസ്സിവിടെയാണ്. ഞങ്ങളെ മിഥില സവാബ് അവർക്ക് നൽകണമേ റബ്ബേ. അവർക്ക് നൽകണമേ റബ്ബേ. അവർക്കും നൽകണമേ റബ്ബേ. വിഷമുള്ളവർ ഈ സദസ്സിലുണ്ട്, വിഷമം തീർത്തു കൊടുക്കണമേ റബ്ബേ. എല്ലാം ഖൈറാക്കണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, സ്വർഗം കണ്ട് മരിച്ച് ഖബറിൽ സ്വർഗത്തിലേക്ക് ഞങ്ങൾ വീഴണമേ റബ്ബേ. ഞങ്ങൾ സ്വർഗത്തിക്കാണ് വീഴണമേ വർഷോന്. ഞങ്ങൾ സ്വർഗം കണ്ട് മരിച്ച് സ്വർഗത്തിക്ക് ഞങ്ങളെ കടത്തണമേ റബ്ബേ. മൂസാ നബി സ്വന്തം ഖബറിൽ കടന്നു നോക്കിയപ്പോൾ അറ്റല്ലാത്ത സ്വർഗീയ ലോകം കണ്ടുവന്ന് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ. പഠിച്ചവനെ, ആ ഒരു കിടപ്പ് ഞങ്ങളുടെ ഖബറിലേക്കും നൽകണമേ റബ്ബേ. തവഫനാ മുസ്ലിമീന. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ.